വെൽക്കം ടു PSC ജേണി. PSC ജേണിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ രാവിലെ ഞാൻ പഠിക്കാനെടുത്തത് ഏതാണെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു സബ്ജക്റ്റ് നമ്മുടെ ബഹിരാകാശം എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ റിവിഷൻ തന്നെയാണ് ബഹിരാകാശം ടോപ്പിക്ക്. നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് ചോദിക്കാവുന്നതാണ് ഈ ബഹിരാകാശം എന്ന് പറയുന്ന ടോപ്പിക്ക്. ISRO DRDO അതൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ എനിക്ക് 30-ാം തീയതിയാണ് ഡിഗ്രി പ്രിലിംസ്. അപ്പോൾ അധികം ദിവസം ഇനിയിപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു, കുറച്ചായിട്ടുണ്ട് നോക്കിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ ആ ഒരു പോർഷനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ടു ഡു ലിസ്റ്റ് പ്രകാരം ഇന്ന് പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബഹിരാകാശമുണ്ട്. പിന്നെ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക്സ് എന്ന് പറയുന്ന പോർഷൻ റിവിഷൻ ചെയ്യണം. പിന്നെ കറണ്ട് അഫയേഴ്സ് നോക്കണം. പിന്നെ കുറച്ച് കെമിസ്ട്രിയും കൂടെ നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കെമിസ്ട്രിയുടെ ഒരു ചെറിയ പോർഷൻ ഒന്ന് വായിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു ടു ഡു ലിസ്റ്റ് പ്രകാരം. പിന്നെ മാത്സും ഇംഗ്ലീഷും മലയാളമൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വെച്ചിട്ട് ക്വസ്റ്റ്യനുകൾ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. വേറെ എന്താ പറയുക, പഠനം എന്ന് പറയാൻ പറ്റില്ല, എന്താ റിവിഷൻ ആണല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരു ഉച്ച നേരത്തൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്തത് ഈ ഒരു ബഹിരാകാശം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അത് ആരെങ്കിലുമൊക്കെ എന്താ പറയുക മൈൻഡാക്കാണ്ട് വിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡിഗ്രിക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രി പ്രിലിംസ് എഴുതുന്നവർ ശ്രദ്ധിക്കുക, ആ ഒരു ടോപ്പിക്ക് ഉപേക്ഷിച്ചിട്ട് പോകരുത്. ജസ്റ്റ് ഒന്ന് നോക്കുക, പ്രധാനപ്പെട്ട കുറച്ച് വിക്ഷേപിച്ച സംഭവങ്ങളൊക്കെ ഉപഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് നോക്കിയിട്ട് പോകണം. അപ്പോൾ കറണ്ട് അഫയേഴ്സിലും ചോദിക്കാം. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്തും ചോദിക്കാം. പിന്നെ ഈ ഒരു സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്തും, അതായത് കറൻ്റ്ലി വന്നിട്ടുള്ള കുറച്ച് പ്രൊജക്റ്റുകളുണ്ട്. അപ്പോൾ അതിൽ നിന്നും ചോദിക്കാമല്ലോ. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഡിഗ്രി പ്രിലിംസിന് ഈ ഒരു പോർഷൻ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഡിഗ്രി പ്രിലിംസ് മെയിനായിട്ട് നമ്മൾ LDC ആയിരുന്നു നോക്കിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും റിവിഷൻ ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഭരണഘടന, അതുപോലെ നമ്മുടെ ഭരണവും ഭരണ സംവിധാനങ്ങളും, പിന്നെന്തായിരുന്നു എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം, ആ ഒരു പോർഷൻ. പിന്നെ IT ഒക്കെ ഞാൻ കുറച്ച് ബാക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് ഇതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നോക്കിയിരുന്നത്. അപ്പോൾ ഈ ഒരു ബഹിരാകാശം എന്ന് പറയുന്ന ഒരു ഏരിയ ഞാൻ മാറ്റി വെച്ചേക്കായിരുന്നു. കാരണം നമ്മുടെ LDC സിലബസ് എടുത്താൽ നിങ്ങൾക്കറിയാം, ഈ ബഹിരാകാശത്തെ എന്ന് പറയുന്ന ടോപ്പിക്ക് ഫിസിക്സിലാണ് വരുന്നത്. അപ്പോൾ ഫിസിക്സിന് ആകെ കൂടെ 3 മാർക്കാന്ന് തോന്നുന്നു അല്ലേ, 3 മാർക്കാണ്. അപ്പോൾ ഈ ഒരു ബഹിരാകാശവും ഫിസിക്സും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ 3 മാർക്ക്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കറണ്ട് അഫയേഴ്സിലേക്ക് അവർ പുതിയത് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് സ്ട്രെസ് ചെയ്തിട്ട് ഈ ഒരു ടോപ്പിക്ക് പിന്നെ റിവിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒരു ഡിഗ്രി പ്രിലിംസ് ആണല്ലോ. അപ്പോൾ ഡിഗ്രി പ്രിലിംസിന് LDCനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ അതൊന്നും കൂടെ റിവൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളും റിവൈസ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട പദ്ധതികൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ദൗത്യങ്ങളുണ്ടെങ്കിൽ അത് നോക്കുക. പിന്നെ കറൻ്റ്ലി വന്നിട്ടുള്ള ദൗത്യങ്ങളൊക്കെ നോക്കുക. എല്ലാം കൂടെ നോക്കാൻ ഈ ഒരു അവസാന നിമിഷത്തിൽ സമയമില്ല, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട്, ഈ ഒരു പോർഷൻ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത്, പിന്നെ ഉച്ചയ്ക്ക് ക്ലാസ് ഉണ്ട്. ഉച്ച വരെ ഇതാണ് നോക്കിയത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് ത്രോട്ടിന്. അപ്പോൾ അതുകൊണ്ട് അധികം കൂടെ സ്ട്രെയിൻ ചെയ്യാൻ പറ്റാത്തത് കാരണം ഞാൻ ഉച്ചയ്ക്ക് ഞാൻ ഇതുവരെ ഈ ഒരു ബഹിരാകാശം കഴിഞ്ഞപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ശേഷം പിന്നെ പഠിച്ചിട്ടില്ല. ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തു. ക്ലാസ് എന്തായാലും അറ്റൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ അത് അറ്റൻഡ് ചെയ്തു. അതിന് ശേഷമാണ് പിന്നെ എക്കണോമിക്സ് എടുക്കുന്നത്, സാമ്പത്തിക ശാസ്ത്രം എടുക്കുന്നത്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രം നിങ്ങൾക്കറിയാം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. 5 മാർക്ക് അതിൽ നിന്ന് അത് പഠിച്ചു കഴിഞ്ഞാൽ 5 മാർക്ക് നമുക്ക് കിട്ടും. ഹിസ്റ്ററിയും ജോഗ്രഫിയും പോലെയല്ല, വാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഹിസ്റ്ററിയും ജോഗ്രഫീനെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏരിയയും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ 5 ഇയർ പ്ലാൻസ് വരുന്നുണ്ട്. പിന്നെ നമ്മളെ നികുതികൾ, VAT, GST, അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ബാങ്കുകളുടെ ഏരിയ, അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ ബാങ്കും വന്നിട്ടുള്ള ബാങ്ക് ലൈനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതൊക്കെ നോക്കി പോകണം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതും മുൻപത്തെയൊക്കെ നോക്കണം. അപ്പോൾ ഓരോ 5 ഇയർ പ്ലാൻ പഠിക്കുമ്പോഴും അതിൽ വരുന്ന ആ സമയത്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ പദ്ധതികൾ, ആ ഒരു സമയത്ത് പ്രധാനമന്ത്രി, രാഷ്ട്രപതിമാർ, ഓരോ പഞ്ചവത്സര പദ്ധതിക്കും പ്രത്യേകം പേരുകളുണ്ട്. അതും കൂടെ നോക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കണം അത് പഠിക്കേണ്ടത്. പിന്നെ ബാങ്കിങ് ഏരിയ നല്ല രീതിയിൽ പഠിക്കണം കേട്ടോ. ഓരോ ബാങ്ക് ലൈനങ്ങളും ബാങ്ക് വന്നിട്ടുള്ള ഇയറുകളുണ്ടല്ലോ, ഓരോ ബാങ്കുകളുടെ ഇയറുകൾ, അതിൻ്റെ
ഓരോ ബാങ്കുകളുടെയും കർത്തവ്യങ്ങൾ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ആ ബാങ്ക് വന്നത്, നിലകൊള്ളുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളും കൂടെ നോക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ എക്കണോമിക്സ് അത്രയാണ് നോക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് കറണ്ട് അഫെയർസ് നോക്കിട്ടോ. കാരണം കറണ്ട് അഫെയർസ് ഞാൻ രാവിലെയാണ് നോക്കാറെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് രാവിലെ സമയം കിട്ടിയില്ല, പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കുറച്ച് നോക്കാമെന്ന് വിചാരിച്ചത്. ഡെയിലി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു 100 കറണ്ട് അഫെയർസ് എങ്കിലും നിങ്ങൾ വായിക്കുക. വെറുതെ ഇങ്ങനെ വായിച്ചു പോവല്ല, എന്തെങ്കിലുമൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കറണ്ട് അഫെയർസ് ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്യരുത് കേട്ടോ. ബൈ ഹാർട്ട് ചെയ്താൽ കിട്ടില്ല, നമുക്ക് കൺഫ്യൂഷൻ വരും. കാരണം ഒരേ സ്ഥലങ്ങൾ ഒരേപോലെയുള്ള പദ്ധതികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് ഏറ്റവും ഞാൻ കൂടുതലും ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് കണക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കണക്റ്റിംഗ് ഫാക്ടർ നിങ്ങൾ പുറത്തുനിന്ന് എടുത്തിട്ട് കണക്റ്റിംഗ് ഫാക്ടർ വയ്ക്കരുത് ഒരിക്കലും. കാരണം അപ്പോൾ നിങ്ങൾ ഈ ഒരു കണക്റ്റിംഗ് ഫാക്ടർ ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു കണക്ട് ചെയ്തതെന്നായിരിക്കും പിന്നെ നമ്മൾ ചിന്തിക്കുക, അല്ലേ? അങ്ങനെ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ തരുന്ന ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഫാക്ടർ ഉണ്ടെങ്കിൽ അങ്ങനെ മാത്രം ചെയ്യാം കേട്ടോ. അങ്ങനെ മാത്രം കണക്ട് ചെയ്ത് പഠിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രം കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അതും ബുദ്ധിമുട്ടായിരിക്കും. കണക്റ്റിംഗ് ഫാക്ടർ അന്വേഷിച്ച് പോകേണ്ട അവസ്ഥ വരും, ഏതിൻ്റെയാണെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യനും ആൻസറും തമ്മിലായിരിക്കണം കണക്റ്റിംഗ് ഫാക്ടർ ഉണ്ടാക്കാൻ പറ്റുക. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ ഉള്ളത് അങ്ങനെ പറ്റാത്ത ക്വസ്റ്റ്യൻസിനെ നമ്മൾ എന്താണ് ആവർത്തിച്ച് വായിച്ച് ഒരു എന്താ പറയുക, ആ ഒരു ക്വസ്റ്റ്യനോട് നമ്മൾ ഒരു ഫെമിലിയർ ആവുന്ന ഒരു അവസ്ഥയിൽ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് പ്രാവശ്യം വായിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇത് വായിച്ചിട്ട് ബാക്കിയൊന്നും പഠിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കരുത് കേട്ടോ. നമുക്ക് എങ്ങനെയാണോ പഠിച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ ട്രൈ ചെയ്യുക, അല്ലാതെ വെറുതെ ഇങ്ങനെ കുറേ വായിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു ലെവലിൽ എത്തിയത്. കാരണം കറണ്ട് അഫെയർസ് എനിക്കൊന്നും ഇല്ലാത്തൊരു 0 എന്ന് തന്നെ പറയാം. ആ ഒരു ലെവലിൽ നിന്ന് ഞാനിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലൊക്കെ എത്തിയത് ഇതുപോലെ പഠിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ഡെയിലി ഒരു 100 ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം നിങ്ങൾ പഠിക്കുക, വായിക്കുക. അപ്പോൾ അതാണ് കറണ്ട് അഫെയർസ് ചെയ്യാനുള്ളത്. പിന്നെ ഞാൻ ലാസ്റ്റ് നോക്കിയത് കെമിസ്ട്രിയാണ് കേട്ടോ. കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ രാത്രിയാണ് നോക്കിയത്. അത് മോനൊക്കെ ഉറങ്ങിയതിന് ശേഷമാണ് കെമിസ്ട്രി എടുത്തത്. അപ്പോൾ കെമിസ്ട്രിയിൽ ആക്ച്വലി ഇന്നത്തെ ഒരു ടു ഡു ലിസ്റ്റിലുള്ള ടോപ്പിക്കല്ല, എന്താ പറയുക, ഞാനതൊരു പെൻഡിങ്ങിലിരിക്കുന്ന ഒരു ടോപ്പിക്കായിരുന്നു റിവിഷൻ ചെയ്യാൻ. അപ്പോൾ അതൊന്ന് തീർക്കാമെന്ന് വിചാരിച്ചു. ഏതാണെന്ന് വെച്ചാൽ ലായനികൾ, മിശ്രിതങ്ങൾ, അതുപോലെ രാസഭൗതിക മാറ്റങ്ങളൊക്കെ ഇല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട പോർഷനാണ് ലായനി, മിശ്രിതം, സംയുക്തം. അപ്പോൾ ഒരു ഏരിയ അത്ര ടഫല്ല, നമുക്ക് വായിച്ചാലൊക്കെ മനസ്സിലാവും കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. എന്നാൽ അത്ര സിമ്പിളൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എന്താണ്, ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം. കാരണം അതിൽ നിന്നൊക്കെ ഇനി ഒരു പ്രസ്താവന രീതിയിൽ ക്വസ്റ്റ്യനൊക്കെ ഇടാൻ എളുപ്പമായിരിക്കും, ഒരുപാട് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് വായിക്കുക. അപ്പോൾ അതാണ് രാത്രി ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ ഒരു പഠനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് തന്നെ ഓരോ ദിവസവും വിലപ്പെട്ടതായി കണ്ടുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് സ്മാർട്ടായിട്ട് പഠിക്കുക. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസും അതുപോലെ തന്നെ LDC മെയിൻസും LGSും എല്ലാം തന്നെ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു.